2026 ഗ്രൂപ്പ് ഡി പരീക്ഷ എപ്പോഴായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് വന്നതിന് ശേഷം മാത്രമേ ഇനി അടുത്ത ഗ്രൂപ്പ് ഡി പരീക്ഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റെയിൽവേ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഒരു ട്വീറ്റ് നടത്തിയിരിക്കുകയാണ്. റെയിൽവേ നടത്തിയിരിക്കുന്ന ഈ ഒരു ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ഗ്രൂപ്പ് ഡി റിസൾട്ട് തെലങ്കാന ഹൈക്കോടതി ഒഫീഷ്യലായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഹിയറിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ ജൂൺ 25-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ 25-ാം തീയതിയാണ് അടുത്ത ഹിയറിംഗ് വരുന്നത്. അപ്പോൾ ഇവർ റെയിൽവേ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജൂൺ മാസത്തിൽ തന്നെ മിക്കവാറും 25-ാം തീയതിക്ക് ശേഷമായിരിക്കും റിസൾട്ട് അനൗൺസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ ഒഫീഷ്യലായിട്ട് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജൂണിൽ സപ്പോസ് റെയിൽവേ റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് ഡി പരീക്ഷ എപ്പോഴായിരിക്കും ഉണ്ടായിരിക്കുക, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മുടെ ജൂണിൽ സപ്പോസ് റെയിൽവേ റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കുക. ചെയ്യില്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ ഇതിന്റെ ഫിസിക്കലിനും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ഫിസിക്കലിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പിന്നെ നമുക്ക് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കാണുന്ന ഒരു സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യമൊക്കെ ആ ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് അടുത്ത ഗ്രൂപ്പ് ഡി പരീക്ഷ നടത്താനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറയാം, മാക്സിമം ഏർലി ഡേറ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റമൊക്കെ സംഭവിച്ചാലും ഏകദേശം ഈ ഒരു ടൈം പീരീഡിൽ തന്നെയായിരിക്കും നമുക്ക് അടുത്ത ഗ്രൂപ്പ് ഡി നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ വിചാരിക്കുകയാണ്, റെയിൽവേയുടെ കാര്യമാണ്, ഒരുപാട് കേസുണ്ട്, കോടതിയുടെ കയ്യിൽ കിടക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണല്ലോ, നമ്മൾ എന്ന് എക്സാമിനേഷൻ റെയിൽവേ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്നത്തെ ദിവസം ഈ എക്സാം പോയി അറ്റൻഡ് ചെയ്യേണ്ടേ, അതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ രീതിക്ക് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് പോകാം. നമുക്ക് ജൂണിൽ കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് വരുന്നു, നമുക്ക് അടുത്ത ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ ഇതുവരെ തുടങ്ങാത്തവർക്ക് പോലും അടുത്ത ഒരു 3-4 മാസത്തിനുള്ളിൽ ഈ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷ പ്രോപ്പറായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഉറപ്പുള്ള കാര്യമാണ്, കിട്ടും. കാരണം നിങ്ങൾ പഠിക്കേണ്ട സാധനം മാത്രം പഠിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മാത്സ്, റീസണിംഗ് ഒക്കെ പക്കയായിട്ട് പഠിച്ചിട്ട് പോവുക. സ്റ്റാറ്റിക് ജി കെയുടെ കുറച്ച് ഭാഗങ്ങൾ നോക്കുക, കറണ്ട് അഫെയറിന്റെ കുറച്ച് ഭാഗങ്ങൾ നോക്കുക, സയൻസിന്റെ ചില പോർഷൻസ് നല്ല അടിപൊളിയായിട്ട് നോക്കിയിട്ട് പോവുക. ഇങ്ങനെ പ്രോപ്പറായിട്ട് പിക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫിന് മുകളിൽ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഒരു 3-4 മാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൈം പീരീഡ് അല്ല. ഈ ഒരു ടൈം പീരീഡിൽ ഒരുപാട് പേര് പഠിച്ച് ക്രാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ പോലും നാളെ മുതൽ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഇട്ട് നിങ്ങൾ ഏത് നിമിഷമാണ് എഴുന്നേൽക്കാൻ പോകുന്നത്, ഏത് നിമിഷമാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്, അതിനിടയ്ക്കുള്ള കൃത്യമായിട്ട് ഓരോ ഇന്റർവെല്ലും ബ്രേക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടൊരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഇട്ട് പഠിച്ച് തുടങ്ങിക്കോളാം. ഒരു 4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് ഒരു 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഒരു 90 ഡേയ്സ് ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും പഠിപ്പിക്കില്ല. ഈ ഒരു 90 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാം, ആ സാധനങ്ങൾ മാത്രമേ നമ്മൾ പഠിപ്പിക്കുകയുള്ളൂ. ഒരിക്കലും നിങ്ങൾ 100 മാർക്സ് എത്തിക്കാം എന്നുള്ള രീതിയിലായിരിക്കില്ല ഈ ക്ലാസ്സസ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ഒരു 85+ സ്കോർ ചെയ്യാൻ എന്തൊക്കെ വേണം, അത് ആ രീതിക്കായിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഓർഡറിലായിരിക്കും നിങ്ങളുടെ സ്റ്റഡി പ്ലാനും റിവിഷൻ പ്ലാനും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബാച്ചിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെമോ ക്ലാസ്സും നോട്ട്സും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. കൂടാതെ വരുന്ന ദിവസങ്ങളിൽ റെയിൽവേ എക്സാം അതുപോലെ തന്നെ SSC എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് ലഭിക്കണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. കൂടാതെ ഈ നോട്ടും കാര്യങ്ങളും എല്ലാവരും ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇടാറുള്ളത്. അപ്പോൾ അത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ്, കറണ്ട് അഫെയർ മാഗസീനും അതുപോലെ PYQs തുടങ്ങിയ സകല സാധനങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. സോ ഞാൻ പറയുന്നു, ഇപ്പോൾ ജൂണിലെ ലാസ്റ്റിൽ എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിലധികം സമയം പഠിക്കാനായിട്ട് കിട്ടും. അപ്പോൾ വേസ്റ്റ് ചെയ്യരുത്, സമയം കൃത്യമായിട്ട് ഉപയോഗിച്ചോ. ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഓഗസ്റ്റിൽ എക്സാമിനേഷൻ നടക്കില്ല, അല്ലെങ്കിൽ ജൂലൈയിൽ എക്സാമിനേഷൻ കണ്ടക്ട് ആവില്ല, കുറച്ചും കൂടി ലേറ്റ് ആവും. അപ്പോൾ ആ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റാക്കാൻ പറ്റുന്ന ഒരു അവസരം നമ്മുടെ മുന്നിൽ തുറന്നു വരും. അപ്പോൾ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.